CPI 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി ചിറ്റൂർ മണ്ഡലം സമ്മേളനം നടന്നു. നല്ലേപ്പള്ളി മാഞ്ചിറ ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. ആരാധനായ മന്ത്രി ചന്ദ്രശേഖരന്മാർ തുടക്കം കുറിച്ചൊരു പദ്ധതിയാണ് മാവേലി സ്റ്റോർ. UDF ഒക്കെ എന്ന് വന്നിട്ടുണ്ട്, അതൊക്കെ പൊളിക്കുകയും ചെയ്തിട്ടുള്ളൂ. ഇവിടെ അതിനെ സമ്പന്നമാക്കി നിലനിർത്തി കൊണ്ടുപോകുക എന്നത് ഓരോ കേരളീയൻ്റെ ആവശ്യമാണ്. അതിൻ്റെ കാരണം എന്താ? നമ്മളൊക്കെ വാങ്ങിക്കഴിക്കുന്ന ആളുകളാണ്. ചിറ്റൂരുകാർ കുറച്ചൊക്കെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കേണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളൊരു ദിവസം പിന്നെ ഒരു പലചരക്ക് കടയുടെ മുന്നിൽ പോയി നിൽക്കുക, സാധനങ്ങളുടെ ലിസ്റ്റ് എടുക്കുക, നിങ്ങൾ വാങ്ങിക്കുന്നത് അത് കേരളത്തിൻ്റെ എന്തൊക്കെയുണ്ടെന്നൊന്ന് പരിശോധിക്കുക. നിങ്ങൾ നോക്ക്. 50 ഞാൻ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് അങ്ങാടി പോയിട്ടൊരു ഫ്രൂട്ട്സ് വിൽക്കുന്ന കടയിൽ പോയി 50 ഐറ്റം സാധനം ഉണ്ട് അവിടെ. ഫ്രൂട്ട്സ് ലോകത്തിലേത് രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഫ്രൂട്ട്സ് നമ്മുടെ നാട്ടിൽ കിട്ടുമ്പോൾ അതിന് ഞാൻ നോക്കിയപ്പോൾ നേന്ത്രക്കായ മാത്രമേ അട്ടപ്പാടിയിൽ നിന്ന് ഇറങ്ങിയത് കണ്ടുള്ളൂ. ബാക്കി അവിടെ കണ്ട എല്ലാ സാധനങ്ങളും കേരളത്തിൽ നിന്ന് വെളിയിലാണ്, ചിലത് അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വന്നതാണ്. അപ്പം നമ്മളൊരു പ്രശ്നം, നമ്മൾ ഉൽപ്പാദകരല്ല, നമ്മളൊക്കെ കൺസ്യൂമർ, വാങ്ങിക്കഴിക്കുന്ന ആളുകളാണ്. അങ്ങനെ വാങ്ങിക്കഴിക്കുമ്പോൾ പൊതുവിതരണ സംവിധാനത്തിൽ സർക്കാർ ഇടപെടലില്ലെങ്കിൽ വലിയ ചൂഷണം നടക്കും, വലിയ വിലവർധനവുണ്ടാവും, ആളുകൾക്ക് ഇത് വാങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും, പൊതുരാഷ്ട്രീയത്തിൽ വലിയ സമ്മർദ്ദം രൂപപ്പെടും. അത് കണ്ടറിഞ്ഞുകൊണ്ടാണ് ഈ സംവിധാനത്തെ എത്ര വർഷം മുമ്പ് ചന്ദ്രശേഖരനെ തുടക്കം കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുതിർന്ന അംഗം PK കൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത്. CPI സംസ്ഥാന കൗൺസിൽ അംഗം വിജയൻ കുനിശ്ശേരി, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സുമലത മോഹൻദാസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K ഷാജഹാൻ എന്നിവർ പ്രസംഗിച്ചു. K ഹരിപ്രകാശ്, K മുത്തു, K ഷഫാന ഷാജഹാൻ എന്നിവരടങ്ങുന്ന പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത്.